നമസ്കാരം. എൻ്റെ പേര് ഇന്ദിര എന്നാണ്. ഞാൻ എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് വരുന്നത്. അമ്പലത്തിൻ്റെ അടുത്താണ് അഡ്മിറൽ ടവറിന്ന്. അപ്പം ഞാൻ യൂട്യൂബിൽ ജ്യോതിഷ വാർത്ത എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്ന് ഇടവെട്ടി അമ്പലം, തൊടുപുഴ ഇടവെട്ടി അമ്പലത്തിൻ്റെ ഒരു ഇത് വായിക്കണ്ടായി. അതിൽ ഞാൻ നോക്കി നമ്പർ എടുത്ത് ഇവിടുത്തെ പ്രസിഡന്റിനെ, അമ്പലത്തിലെ പ്രസിഡന്റിനെ വിളിച്ചു. അങ്ങേറി എനിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ആക്കി തന്നു. ഫെബ്രുവരിയിൽ വിളിച്ച ആ മാസം തന്നെ എല്ലാ മാസവും സെക്കൻഡ് സൺഡേ അവിടെയാണ് ഈ ഇങ്ങനെ വയ്യാത്തവർക്കുള്ള പൂജകളും. അത് എനിക്ക് മലയാളം ശരിക്കും അറിയാത്തതുകൊണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അമ്പലത്തിലേക്ക് ഫെബ്രുവരി മുതൽ എല്ലാ മാസവും സെക്കൻഡ് സൺഡേ ഇതുവരയ്ക്കും എത്തി. ഇപ്പം ഇത് ജൂലൈ മാസത്തെ പൂജയ്ക്കും കൂടി വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. 2 കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചു കിട്ടി. 15 ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, 8 വീഴ്ച കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇതൊക്കെ മുമ്പേ നടന്ന സംഗതികളാണ്. എനിക്ക് വയ്യാതെ എപ്പോഴും അസുഖമാണ്. അത് കാരണം ഈ അമ്പലത്തിൽ വന്ന് വഴിപാട് ചെയ്യാന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ്റെ മരുന്നുകളൊക്കെ കഴിഞ്ഞിരുന്നു. 4 വർഷം നിർത്തി. എന്നാലും എനിക്ക് ഭയങ്കര ഉറക്കം വരായും ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട്, ഒരു 4 മാസമായിട്ട് ടെൻഷൻ ഇല്ല. ഭയങ്കര ടെൻഷൻ ഫ്രീ ആയി നടക്കുന്നുണ്ട്. അമ്പലം പോകുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഇത് ഞാൻ നിർത്തിയിട്ടില്ല. പറ്റുന്ന വരയ്ക്കും എല്ലാ മാസവും വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ദൈവവും സഹായിക്കണം നമ്മളെ. അങ്ങനെ നല്ല അനുഭവമാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ഔഷധ സേവ എന്ന് പറഞ്ഞിട്ട് ഈ മരുന്നുകൾ കർക്കിടക മാസം ഓഗസ്റ്റ് 1, കർക്കിടകം 16 തോന്നുന്നുണ്ട്. ആ ടൈമിൽ ഇവിടെ ഔഷധ മരുന്ന് തരുന്നുണ്ട്. പൂജിച്ചിട്ട് അസുഖക്കാർക്കുള്ള മരുന്നുകളും ഇതും കഷായം തരുന്നുണ്ട്. അത് കഴിക്കാൻ എന്തായാലും ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ബ്ലസ് ചെയ്യും വേണം. നിങ്ങൾ പറ്റുന്നവർ, ഇത് കേൾക്കുന്നവർ എല്ലാവരും വന്ന് ഔഷധ കഷായം കുടിക്കാൻ വേണ്ടി എല്ലാവരും വരണം. എല്ലാവർക്കും നല്ലത് വരട്ടെ.